ദിവിഷ വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ദിവിഷ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനെ ചെരിച്ച് കിടത്തി. അത് നേരത്തെ മുൻകാലുകൾ മടങ്ങി, അതായത് മുൻകാലുകൾ മടങ്ങി തുമ്പിക്കൈ മുഖവും മുന്നിലേക്ക് വെച്ച് കിടന്ന ആനയെ ചെരിച്ച് കിടത്തി. ഇപ്പോൾ ചെരിച്ച് കിടത്തി. പക്ഷേ ആന അനങ്ങുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. അതായത് ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം ഏതായാലും വിജയിച്ചിട്ടേ ഇല്ല. ആന ഒന്നുകിൽ മയങ്ങിപ്പോയതാകാം, അല്ലെങ്കിൽ അവശത കൊണ്ട് വീണ് പോയതാകാം. ഏതായാലും ആനയുടെ പരിശോധിക്കുന്നുണ്ട്. ഡോക്ടർമാർ ആനയുടെ ഹൃദയമിടിപ്പൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ആന പൂർണ്ണമായും ആന കിടന്നു പോയിരിക്കുന്നു. ആന ഒരു തരത്തിലും ആന അനങ്ങുന്നേയില്ല. അപ്പോൾ അതെന്താണ് എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ രണ്ട് ആനയുടെ ഹൃദയമിടിപ്പ് പൾസൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം. പക്ഷേ നേരത്തെ കണ്ടതുപോലെയല്ല, ആന ശ്വാസം എടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആനയ്ക്ക് അനങ്ങാൻ അല്ലെങ്കിൽ അവിടെ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. എഴുന്നേൽപ്പിക്കാൻ പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. ഉറപ്പായിട്ടും വെടിയേറ്റൊരു ആനയാണ്. മയക്കുമരുന്നുള്ളിൽ ചെന്നൊരു ആനയാണ്. രക്തത്തിനുള്ളിൽ കലർന്ന ഒരു ആനയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വെള്ളം കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ച് ആനയെ തണുപ്പ് കൊടുത്ത് ആനയെ അവിടെ നിന്നും ആന അങ്ങനെ തണുപ്പ് വന്നാൽ അല്ലെങ്കിൽ വെള്ളം വീണാൽ ഒരുപക്ഷെ ആന എണീക്കുമോ അല്ലെങ്കിൽ ആനയ്ക്ക് ഒരു അനക്കമുണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. അപ്പോൾ ആ ശ്രമമാണ് നടത്തുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇവിടേക്ക് പൈപ്പിൽ വെള്ളം എത്തിച്ച് ആനയുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ വെള്ളം ഒഴിച്ച് കുറച്ച് എൻ്റെ ഫിലിക്സ് അതിൻ്റെ മുഖഭാഗത്തൊക്കെ ആക്കിയാലേ മരുന്നും എല്ലാം അല്ലേ ഉപയോഗിച്ചതായിരുന്നു. ചെവിയുടെ ഭാഗത്തൊക്കെ തണുപ്പ് നൽകാൻ ശ്രമിക്കുകയാണ്. ആനകൾക്ക് ചൂട് വലിയ പ്രശ്നമുള്ളതാണ്. ഈ വിഷയം ആന എന്തായാലും ശ്വാസം എടുക്കുന്നുണ്ട്. ആനയ്ക്ക് ഹൃദയമെടുപ്പുണ്ട്. പക്ഷെ അത് വളരെ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആന ഈ പറയുന്ന രീതിയിൽ ആനയ്ക്ക് ഈ മയക്കുമരുന്നിൻ്റെ ക്ഷീണമുണ്ട്. അതോടൊപ്പം തന്നെ ആനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഭക്ഷണം തീരെ കഴിച്ചിട്ടില്ല, ക്ഷീണിതനാണ്. അപ്പോൾ ഇതൊക്കെ ആനയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു, ഈ മയക്കുകൂടി വെച്ച് ചികിത്സിക്കാൻ കൊണ്ടുപോയാലും ഈ ആന അതിജീവിക്കുക വളരെ പ്രയാസമുള്ള ഒന്ന് തന്നെയാണ് എന്നതാണ്. അതിലും ഇപ്പോൾ തീരെ അവശനായി പോയിരിക്കുന്നു. ആന തീരെ കിടന്നു പോയിരിക്കുന്നു. ആന റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നതാണ്, പ്രതികരണമില്ല എന്നതാണ്. അതായത് ആനയെ തട്ടി ഉണർത്താനൊക്കെ ഉള്ള ശ്രമം ഈ ഡോക്ടർമാരൊക്കെ നടത്തുന്നുണ്ട്. ആനയുടെ ഹൃദയമിടിപ്പൊക്കെ പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ രീതിയിൽ കൂടുതൽ പ്രതികരണം ആന നടത്തുന്നില്ല എന്നതാണ്. കിടപ്പാണ്. കിടന്ന കിടപ്പിൽ ഒന്ന് അനങ്ങാൻ പോലും ആന തയ്യാറായില്ല എന്നതാണ്. അതായത് നേരത്തെ ദിവിഷു കണ്ടതാണ്, ഈ ആനയെ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച സമയത്ത് ആന മുൻകാലുകൾ ആനയുടെ കുത്തിപ്പോയി മുട്ടുകുത്തി മുഖം മുൻപിലേക്ക് വീണ് കിടക്കുകയായിരുന്നു. പിന്നീട് വളരെ പ്രയാസപ്പെട്ടാണ് ആനയെ ചെരിച്ച് കിടത്തിയത്. സാധാരണ ആന കിടക്കുന്ന രീതിയിലേക്ക് കിടത്താൻ കഴിഞ്ഞു ഇപ്പോൾ. പക്ഷെ അപ്പോഴും വലിയ പ്രതികരണം ആന നടത്തുന്നില്ല എന്നതാണ്. പരമാവധി ആന ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമോ എന്നറിയാൻ ഡോക്ടർമാരടക്കമുള്ള സംഘം ഇവിടെ എത്തി പരിശോധിക്കുന്നുണ്ട്. വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ചെയ്തിട്ടും ഇപ്പോഴും എനിക്ക് ഇതിലേക്കും കൂടെ കിടക്കാണെന്ന് തോന്നുന്നു അല്ലേ. എന്തോ മരുന്നുകളോ മറ്റൊക്കെ പരതുന്നതാണെന്ന് തോന്നുന്നു. ഡോക്ടറിന്റെ സഹായികളും ഒക്കെ ആരോഗ്യ പ്രശ്നം കുറച്ച് സങ്കീർണമാണ്. തീർച്ചയായിട്ടും അതീവ ഗുരുതരാവസ്ഥയിലാണ്. നേരത്തെ ആന ഉണ്ടായിരുന്ന അല്ല ഇപ്പോൾ കാര്യങ്ങൾ. കുറച്ചുകൂടി ആനയുടെ നില ഗുരുതരമായി മാറുന്നു. പ്രത്യേകിച്ചും മയക്കുമരുന്ന് അല്ലെങ്കിൽ മയക്കുവെടി കൊണ്ട ഒരു ആനയാണ്. ആനയ്ക്കിപ്പോൾ പ്രാഥമികമായി കുറച്ചുകൂടി ചികിത്സ നൽകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി കുറച്ചുകൂടി ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമം ഒന്നും തന്നെ, അതായത് അത്തരം ശ്രമങ്ങളൊക്കെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വെറ്റിനറി ഡോക്ടർ അജേഷ് മോഹൻദാസ് ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ ചികിത്സ നൽകുന്നത്. എന്തോ മരുന്ന്
നൽകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അങ്ങനെ മരുന്ന് നൽകി പൂർണ്ണമായും അതിനെ കുറച്ചുകൂടി മരുന്ന്, അതായത് വീണുപോയി ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതിന് കുറച്ചുകൂടി മരുന്ന് നൽകേണ്ടതുണ്ട്. അതിനെ അവിടെ നിന്ന് നൽകാനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നു അല്ലേ ഫിലിക്സ് നടത്തുന്നത്. എന്തായാലും വളരെ കാര്യമായി തന്നെ ഡോക്ടർമാരുടെ ഒരു സംഘം പരിശ്രമിക്കുന്നുണ്ട്. ആനയെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ ശ്രമവും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ട്. വീണുപോയതാണ് ഒരു വിധത്തിൽ നോക്കിയാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഗുരുതരമായ പരിക്കാണ് വായിലേറ്റിരിക്കുന്നത്. അതിൻ്റെ ക്ഷീണവും മയക്കുവെടിയുടെ ക്ഷീണവും എല്ലാം ആനയ്ക്കുണ്ട്. ആദ്യഘട്ടത്തിലൊരു പ്രാഥമിക ചികിത്സ എന്നോണം വായിൽ പരിക്ക് പറ്റിയ ഭാഗത്ത് മരുന്നൊക്കെ തേച്ചു കൊടുത്തു. അതിനുശേഷം വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെയാണ് ആന പൂർണ്ണമായും തളർന്നു പോയത്. ഒരു ഇരുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് വനംവകുപ്പും നാട്ടുകാരൊക്കെ ചേർന്ന് വളരെ കഷ്ടപ്പെട്ടാണ് അതിനെ ചെരിച്ച് കിടത്തിയത്. ഇപ്പോൾ എന്തായാലും ട്രിപ്പ് ഇടുന്നുണ്ട്, മറ്റ് മരുന്നുകളൊക്കെ നൽകുന്നുണ്ട്. ആനയ്ക്ക് ഇനിയിപ്പോൾ അവിടുന്ന് എവിടേക്കും കൊണ്ടുപോകുന്നില്ല എന്നാണ് തോന്നുന്നു. പെട്ടെന്ന് തന്നെ അതിനൊരു ചികിത്സ നൽകുക, അതിന് കുറച്ച് ഉഷാറ് നൽകുക എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു ശ്രമം. അതിനുശേഷം മാത്രമേ ഈ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കുന്നൊരു നടപടിയിലേക്ക് കടക്കൂ എന്നാണ് തോന്നുന്നത്. കുട്ടിയാനയ്ക്ക് മരുന്ന് നൽകി അതിനെ മയക്കുവെടി വെച്ച ശേഷം ഉള്ള പരിപാലന പ്രക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആന തീരെ അവശനാണ്. ഇപ്പോൾ ആംബുലൻസിൽ കിടക്കുകയാണ്. ആന ഇപ്പോൾ എണീപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം ഉപയോഗിച്ച് ശരീരം തണുപ്പിക്കുന്നുണ്ട്. തണുപ്പിച്ച ശേഷം ഏതെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടോ, ആരോഗ്യ പുരോഗതി ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ആനയുടെ ഹൃദയമിടിപ്പുണ്ട്, പക്ഷേ അത് നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു അപകടകരമായ ഒരു സൂചന കൂടി നൽകുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഡോക്ടർമാർ പല രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ആനയെ സംബന്ധിച്ചുള്ള നിലവിലെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. ആനയെ രക്ഷപ്പെടുത്തി വാഹനത്തിൽ കൊണ്ടുപോയി പരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് വരെ എന്തും സംഭവിക്കാമെന്ന സൂചനകൾ വെറ്ററിനറി ഡോക്ടർമാർ നൽകിയിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആന ഇപ്പോൾ എലിഫന്റ് ആംബുലൻസിൽ ചരിഞ്ഞു കിടക്കുന്ന നിലയിലാണ്. ആരോഗ്യസ്ഥിതി അതീവ ദുഷ്കരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നെഞ്ചിടിപ്പ്, ഹൃദയമിടിപ്പ് ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ എന്തായിരിക്കാം ഇനിയുള്ള നീക്കങ്ങൾ എന്നുള്ളതാണ് ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി ടീം, വിപുലമായ ടീമാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്. ആനയെ സംബന്ധിച്ചോളം നമുക്ക് അറിയാം, ഇത്രയും ദിവസം അത് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ ആഹാരമൊന്നും കഴിക്കാതെ താടിയിലിനേറ്റ പൊട്ടൽ ആനയെ സംബന്ധിച്ചോളം വളരെ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നു. അതുകൊണ്ടാണ് പിടിച്ച് ആനയെ എടുത്താലും പരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയുമോ എന്ന രീതിയിലടക്കം വലിയ ആശങ്കകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ചോളം വലിയ വെല്ലുവിളിയാണ്. ഡോക്ടർമാർ ചികിത്സ നൽകുകയാണ്. വട്ടം നിന്നുകൊണ്ട് തന്നെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ഹൃദയമിടിപ്പ്, അതിൻ്റെ നില സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതീവ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം കിടക്കുന്ന ആനയുടെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ വളരെ ക്ലോസായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ആനയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മെ സംബന്ധിച്ച്. നമുക്കറിയാം അതിരപ്പള്ളിയിലൊക്കെ തന്നെ നമ്മൾ കണ്ട ആ കാഴ്ചകൾ. ആനയെ പിടികൂടി പരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. പിന്നീടാണ് അവിടെ മരണം സംഭവിക്കുന്നത്. ഇതിപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ പോലും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളാണ്, ഏറ്റവും അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്ലൂക്കോസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും നൽകുന്നുണ്ട് ക്ഷീണം ഉൾപ്പെടെ അകറ്റാൻ വേണ്ടി. ഇത്രയും നാൾ ആന ഒന്നും തന്നെ കഴിച്ചിരുന്നില്ല. ആനയെ കഴിക്കാൻ സാധിക്കുമായിരുന്ന അവസ്ഥ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ നില സംബന്ധിച്ച്, ശാരീരിക പരിശോധനകൾ സംബന്ധിച്ചൊക്കെയുള്ള വലിയൊരു ആശങ്ക ഡോക്ടർമാരെ സംബന്ധിച്ചോളം ഉണ്ട്. ഇപ്പോൾ ആന ചരിഞ്ഞ നിലയിലാണ്. മയക്കുപിടി വെച്ച് എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ കഴിഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ ഈ ദൗത്യത്തിൻ്റെ ഇന്നത്തെ പുരോഗതിയുള്ളൂ.